وعن أبي أمامة الباهلي رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا، وببيت في وسط الجنة لمن ترك الكذب وإن كان مازحا، وببيت في أعلى الجنة لمن حسن خلقه. حديث صحيح رواه أبو داود بإسناد صحيح. عن أبي أمامة الباهلي رضي الله عنه قال قال رسول الله صلى الله عليه وسلم അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന. അന സഈമുൻ, ഞാൻ ഉത്തരവാദിത്വമേൽക്കുന്നു, ഞാൻ ലാമിനാണ്. ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന, ഞാൻ ഗ്യാരണ്ടി, സ്വർഗത്തിന്റെ ഒരു ഓരത്ത് ഒരു വീടുണ്ട്. ആർക്ക്? ലിമൻ തറക്കൽ മിറാഅ, തർക്കത്തെ ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വീട് അവനുണ്ട് എന്ന കാര്യം ഞാൻ ഉത്തരവാദിത്വമേൽക്കുന്നു. വഇൻ കാന മുഹിഖൻ, അവൻ സത്യത്തിനു വേണ്ടി സംസാരിക്കുന്നവനാണെങ്കിലും ശരി, അവൻ സംസാരിക്കുന്ന കാര്യത്തിൽ, അവൻ വാദിക്കുന്ന കാര്യത്തിൽ അവൻ സത്യം പറയുന്ന ആളാണ്. സത്യത്തിനു വേണ്ടി, ശരിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശരിക്കു വേണ്ടി, ശരിയുടെ കാര്യത്തിൽ സംസാരിക്കുന്നവനാണെങ്കിലും ശരി, അവൻ തർക്കത്തെ ഉപേക്ഷിക്കണം. തർക്കം എന്നുള്ളത് ജിദാൽ, അതിനെ ഒഴിവാക്കുന്നവന് സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വീടുണ്ട്. വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീടുണ്ട്. ലിമൻ തറക്കൽ കദിബ്, കളവിനെ ഉപേക്ഷിക്കുന്നവന്. വൈൻകാന മാസിയാൻ, അതവൻ തമാശക്ക് പറയുകയാണെങ്കിലും ശരി, തമാശക്കായിട്ടാണെങ്കിലും ശരി, കളവ് പറയരുത്. ആ വിധം കളവിനെ ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീട് ഞാൻ ഉത്തരവാദിത്വമേൽക്കുന്നു. വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗത്ത്, ഉയർന്ന ഭാഗത്ത് ഒരു വീടുണ്ട്. ഒരു വീട് ഞാൻ ഉത്തരവാദിത്വമേൽക്കുന്നു. ലിമൻ ഹസുന ഖുലുഖുഹു, സ്വഭാവം നന്നായ ആൾക്ക്. സ്വഭാവം നന്നാവുക, ഹുസ്നുൽ ഖുലുഖുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വഭാവം നന്നാവുക എന്ന് പറഞ്ഞാൽ ജനങ്ങളോടുള്ള സ്വഭാവം മാത്രമല്ല, ആമത്തുന്നാസിനോട്, ജനങ്ങളോട് ഉള്ള സ്വഭാവത്തിന്റെ നന്മ മാത്രമല്ല, അള്ളാഹുവിനോട്, അള്ളാഹുവിനോട് സ്വഭാവം നന്നാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഷറഹിലൊക്കെ കാണാം. ശുക്ർ ചെയ്തുകൊണ്ടും സബർ കൊണ്ടും റിള കൊണ്ടും അള്ളാഹുവിനോട് അവന്റെ സ്വഭാവത്തെ അവൻ നന്നാക്കുക. ജനങ്ങളോട്, ജനങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങളെ സഹിക്കുക. ജനങ്ങളെ പ്രസന്നമായ മുഖത്തോടെ ജനങ്ങളെ അഭിമുഖീകരിക്കുക. ജനങ്ങൾക്ക് അവൻ കഴിയുന്ന നന്മകൾ ചെയ്തു കൊടുക്കുക, ധർമ്മം ചെയ്യുക. ഇങ്ങനെ തുടങ്ങി ജനങ്ങളോടും അള്ളാഹുവിനോടും സ്വഭാവം നന്നാക്കിയവൻ, അവന് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ഭാഗത്ത് വീടുണ്ട് എന്ന കാര്യം ഞാൻ ഉത്തരവാദിത്തമേൽക്കുന്നു എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.